അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജിബിൻസ് വേൾഡ്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ രാത്രിയൊക്കെ നല്ല മഴ അതിനെ കൊണ്ട് തന്നെ നല്ല മൂടിയൊരു കാലാവസ്ഥയായിട്ട്, ഒരു കോടൊക്കെ മൂടിയ കാലാവസ്ഥയായിട്ടൊന്ന്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഞങ്ങൾ കാടമുട്ടൻ്റെ കറിയും നൂൽപുട്ടുമായിട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ഉമ്മച്ചി റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇന്നൊരു വെള്ളിയാഴ്ചയാണ് കേട്ടോ. അപ്പോൾ സാധാരണ ഞാൻ വെള്ളിയാഴ്ചയാണ് നൂൽപുട്ട്, പിന്നെ പത്തിരി, ചപ്പാത്തി അങ്ങനത്തെ കുറച്ച് സമയം പിടിക്കുന്ന കടിയൊക്കെ അങ്ങനെ കേട്ടോ ഞാൻ ഉണ്ടാക്കലുള്ളത്. നൂൽപുട്ട് ചിലപ്പോൾ ഒക്കെ ഉണ്ടാക്കലുണ്ട്. എന്നാലും ഞാൻ നേരത്തെ എണീറ്റാലും മോനും എൻ്റെ കൂടെ തന്നെ എണീക്കും. അപ്പോൾ പിന്നെ ചിലപ്പോൾ കുറച്ച് സമയം എടുക്കുന്ന കടിയൊന്നും ഞാൻ ഉണ്ടാക്കാൻ നിൽക്കില്ല. കാരണം മദ്രസും ഉണ്ടാവും, പിന്നെ ഇക്കാക്ക് പണിക്ക് പോകാനുണ്ടാവും. അപ്പോൾ പിന്നെ സമയം വൈകുമല്ലോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയല്ലോ കേട്ടോ. അപ്പോൾ വെള്ളിയാഴ്ച പിന്നെ ഇക്കാക്ക് ലീവാണ്, പിന്നെ മോക്കും മദ്രസ ലീവാണ്. അപ്പോൾ കുറച്ച് വൈകി കുറച്ച് ആക്കത്തിൽ ഉണ്ടാക്കിയാൽ മതി ചായൻ്റെ കടിയൊക്കെ. അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് റിസ്ക്കുള്ള സമയം പിടിക്കുന്ന കടികളൊക്കെ അങ്ങനെ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ഇതാ നൂൽപുട്ടിനുള്ള മാവൊക്കെ ഇതാ ഞാൻ കുഴച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഉമ്മച്ചി അവിടെ കറിക്ക് തേങ്ങാപ്പാൽ വെച്ചിട്ടുള്ള മുട്ടക്കറി ആയിട്ട് ഞങ്ങൾ സാധാരണ വെക്കാറുള്ളത്. അപ്പോൾ ഇതാ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി മുട്ട പുഴുങ്ങിയിട്ട് അതിലേക്ക് ഇടണം. പുഴുങ്ങാനും ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഈ നൂൽപുട്ടിൻ്റെ കുറ്റി ഉണ്ടല്ലോ, സേവനാഴി, അത് പിന്നെ എന്താ നല്ല കുറ്റിയായിട്ടത്, പിന്നെ ഇവിടെ ഞങ്ങളെ അടുത്തുള്ളൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. പക്ഷേ അടിപൊളി കുറ്റിയാണ്. ഇങ്ങനെ കുറേ റിസ്ക് ഒന്നും എടുക്കാതെ പെട്ടെന്ന് തന്നെ ചുറ്റിച്ചെടുക്കാൻ കഴിയും കേട്ടോ. പണ്ടൊക്കെ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു, ഞാൻ ചെറുതായിരുന്ന സമയത്ത് മരത്തിൻ്റെയും പിന്നെ സ്റ്റീൽ കളറൊക്കെ കേട്ടോ. പക്ഷെ ഭയങ്കര റിസ്ക് എന്ന് പറഞ്ഞാൽ പൊടി മുകളിലേക്ക് കയറും, അങ്ങനെ എന്തോ ആവല്ലോ. പക്ഷെ തീരെ നമ്മൾ എത്ര ബലം പിടിച്ചാക്കിയാലും തീരെ ആവലിട. അപ്പോൾ നൂൽപുട്ട് ഏറ്റവും പ്രയാസമുള്ള കടിയാണ് കേട്ടോ. അപ്പോൾ മാഷാ അല്ലാഹ് ഇത് ഈ കുറ്റി നല്ല അടിപൊളി കുറ്റിയാണ്. അപ്പോൾ നല്ല നമ്മൾ കുറേ ബലം ഇല്ലാതെ തന്നെ ആയി കിട്ടും. പിന്നെ ഇതാ അവിടെ ഒന്നാമത്തെ ട്രിപ്പ് പുട്ടായിട്ടുണ്ട്, ഞാൻ രണ്ടാമത്തതും ആക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്ന് ഉച്ചത്തേക്ക് തേങ്ങാച്ചോറും പിന്നെ കോഴിക്കറിയും കോഴി പൊരിച്ചതും പപ്പടം, ആ പണ്ടത്തെ ആ സ്റ്റൈലുണ്ടല്ലോ അങ്ങനെ അതായിട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പം സാധനമൊക്കെ ഇനി ഒക്കെ കൊണ്ടുവരുമ്പോഴത്തേന് കൊണ്ടുവന്നിട്ട് ഉണ്ടാക്കണം. അപ്പോൾ അതിന് മുന്നേ ഞങ്ങളിതാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ എനിക്ക് വന്നപ്പോൾ ഞങ്ങൾ രാത്രി ഉണക്കമുന്തിരി വെള്ളത്തിലിട്ടൊക്കെയുണ്ട്. അപ്പോൾ ഇക്ക കൊണ്ടുപോയെടുത്ത് ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരിക്കട്ടെ. പിന്നെ ചായ എടുക്കാനായി ഞങ്ങളിതാ ചായ അടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ മോക്കിന്ന് സ്കൂളുണ്ട് കേട്ടോ. ഒന്ന് 9:45 സ്കൂൾ ക്ലാസ് തുടങ്ങും. അപ്പോൾ ഓളം എണീപ്പിച്ച് ബാത്റൂമിലേക്ക് പറഞ്ഞിട്ടുണ്ടോ കുളിക്കാനൊക്കെ. അപ്പോൾ ഞങ്ങളിതാ ചായ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതാ മോന് ഇപ്പോൾ ഉണർന്നിട്ടില്ല കേട്ടോ, മോന് ഉറങ്ങുകയാണ്. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കുകയാണ്. പിന്നെ ഇനി ചായ അടിച്ച് മോക്കും ചായയൊക്കെ കൊടുത്ത് ഇപ്പോൾ ഇതാ ഒരു സ്കൂൾക്ക് പോകാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അന്ന് മൂത്തച്ഛൻ്റെ മോനാട്ടോ. പിന്നെ ഇതാ മോനപ്പോത്തിന് എണീറ്റിട്ടുണ്ട്. പിന്നെ എണീറ്റപ്പം തന്നെ അവൻ പോയിട്ടോ, ചായ ഒന്നും കുടിച്ചിട്ടില്ല. ഓല് പോകണത് അറിഞ്ഞിട്ട് വേഗം എണീറ്റ് ഇതാ ഓലിപ്പം പോകാൻ റെഡി ആയിട്ടുണ്ട്. ഓല ഇക്ക കേട്ടോ കൊണ്ടുപോയൊക്കെ വെള്ളിയാഴ്ച അവരാണ് കൊണ്ടുപോയാക്കാറുള്ളത്. സ്കൂൾ വണ്ടിയിൽ പോയില്ല. അപ്പം കുട്ടിക്ക് ഓരോ ഇഷ്ടങ്ങളല്ലേ, അങ്ങനെ ഓല് പോയി. അപ്പോൾ മോൻ പോയ ഇടയിൽ ഞാൻ ഇതാ എൻ്റെ പണികളൊക്കെ പെട്ടെന്ന് ഇനി തീർക്കാൻ നോക്കൂട്ടോ. വന്നാൽ പിന്നെ ഓനെങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കേണ്ടി വരും. അപ്പോൾ ഇതാ രാവിലെ അല്ലേ, നമ്മൾ രാത്രി എല്ലാം ക്ലീനാക്കി പോകും. രാവിലെ വന്നിട്ട് ഇതാ നമ്മൾ തന്നെ ഓരോന്ന് നേരത്തും ചായ ഉണ്ടാക്കലും ചായ കുടിക്കലും അങ്ങനെ അടുക്കള മൊത്തം അങ്ങോട്ട് നിരക്കും. അതൊക്കെ റെഡിയാക്കിയിട്ട് ഇതാ ഞാൻ വാഷിംഗ് മെഷീനിൽ അലക്കാട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ റെഡി ഇത് ചിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് എടുത്ത് ചിക്കാണ്. പിന്നെ ഞാൻ കുറച്ച് അലക്കാനുണ്ടായിന് കല്ലുമ്മൽ. ഞാൻ എല്ലാം ഒന്നും മെഷീനിൽ ഇടാനില്ല കേട്ടോ. കുട്ടികളുടെ ഡ്രസ്സും പിന്നെ ഞങ്ങളെ പുതിയ ഡ്രസ്സുകളും വിൽക്കാൻ ഡ്രസ്സ് അങ്ങനത്തെ ഒക്കെ ഞാൻ കല്ലുമ്മലാണ് അലക്കാനുള്ളത്. അപ്പോൾ ഒക്കെ അലക്കി പിന്നെ ഇനി ഇതാ മോൻ വരുന്നതിന് മുന്നേ അടിച്ച് വാരി പെട്ടെന്ന് തുടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ഞാൻ അടിച്ച് വരയോണ്ട് നിൽക്കുകയാണ്. ഇനി തുടക്കണം. പിന്നെ അവല് വന്നു, പിന്നെ ഒക്കെ കോഴിയും ഒക്കെ കൊണ്ടുവന്നു. അപ്പം തേങ്ങാച്ചോറും എന്താണ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞല്ലോ. പിന്നെ കറിക്ക് കോഴി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ തേങ്ങാച്ചോറും ബീഫാണല്ലോ പൊതുവെ ഉണ്ടാക്കുക. പിന്നെ ഇവിടെ വലിയ ബീഫ് ഉണ്ടാക്കലുണ്ട്. പിന്നെ മക്കൾക്കൊന്നും വലിയ കഴിക്കാൻ ഇഷ്ടമല്ല. പിന്നെ കോഴിയാണ് ഉൾക്കൊക്കെ ഇഷ്ടം. അപ്പോൾ അങ്ങനെ ബീഫ് എന്തെങ്കിലുമൊക്കെ ഇട്ട് വാങ്ങൽ. ഞങ്ങളെ കല്യാണം കഴിഞ്ഞ സമയത്ത് എല്ലാ വെള്ളിയാഴ്ചയും ഇതായിരിക്കും തറവാട്ടിൽ സമയത്ത് കേട്ടോ. ബാപ്പൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് പണ്ടത്തെ അങ്ങനെ ആയിരിക്കുമല്ലോ ഇഷ്ടം. അപ്പം തേങ്ങാച്ചോറും പപ്പടും
ഇത് ബീഫ് കറി, ഇറച്ചി കറി ആയിട്ടാ വെക്കലുണ്ടായിന്. പിന്നെ ഒരു പരിപ്പ് കറി ഉണ്ടാവും, ഇറച്ചി വരട്ടിയതാണെങ്കിൽ പരിപ്പ് കറി. അപ്പോൾ പണ്ടൊക്കെ അധികം വീട്ടിൽ അതായിരിക്കില്ലേ. പിന്നെ എല്ലാവരും സ്വന്തമൊക്കെ ആയതിനു ശേഷമൊക്കെ മാറിട്ടോ. ഇപ്പോൾ നെയ്ച്ചോറോ ബിരിയാണിയോ അങ്ങനെ മന്തി അങ്ങനെയൊക്കെ ആയിട്ട് വെള്ളിയാഴ്ച ഉണ്ടാവുക. വെള്ളിയാഴ്ച കേട്ടോ, ചില വീട്ടിലൊക്കെ ഞായറാഴ്ച ആയിരിക്കില്ലേ സ്പെഷ്യൽ ഉണ്ടാക്കണ ദിവസം. ഞങ്ങൾ ഓരോരുത്തരുടെ ലീവിനനുസരിച്ചാണല്ലോ. ഞങ്ങൾക്ക് ഇവിടെ വെള്ളിയാഴ്ചയാണ് ലീവ്. സാധാരണ നാട്ടിൽ പണിക്ക് പോകുന്നവർക്ക് വെള്ളിയാഴ്ച ആയിരിക്കുമല്ലോ അധികം ലീവ്. അപ്പോൾ എന്താ ഞങ്ങൾക്ക് വെള്ളിയാഴ്ച ആയിട്ട് സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുന്ന ദിവസം. അപ്പോൾ ഇന്നിതാ ഞങ്ങൾ കുറച്ച് പയമേക്കെട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ഞങ്ങൾ ഇതുണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഞാനിതാ കറി വെച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ കുറച്ച് ബീഫല്ല ചിക്കന് പൊരിക്കാൻ വേണ്ടിയിട്ടും റെഡിയാക്കി മസാല കൂട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ പൊരിക്കണം. അപ്പോൾ കുട്ടികൾക്ക് കറി വെച്ചൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ലല്ലോ, ഓൾക്ക് പൊരിച്ചതാണ് ഇഷ്ടം. അപ്പോൾ ഇതാ ചിക്കൻ പൊരിക്കാനൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി കുളിയൊക്കെ കഴിഞ്ഞ് ചമ്മന്തിയും ഒരു പപ്പടം പൊരിച്ച കഴിഞ്ഞു കേട്ടോ. ഉച്ചക്കത്തെ ലഞ്ച് പരിപാടി കഴിഞ്ഞ്. എനിക്ക് തോന്നലുണ്ട് കേട്ടോ, ഈ പിന്നെ സാധാ ചോറും അതിക്കൊരു കറിയും ഉപ്പേരിയും മീൻ പൊരിച്ചതും ഒക്കെ ഉണ്ടാക്കണതിലേറെ എളുപ്പം ഇങ്ങനത്തെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കില്ലേ, അതാണ് ഇനി എളുപ്പം എനിക്ക് തോന്നലുണ്ട് കേട്ടോ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമായിരിക്കും. എനിക്കങ്ങനെയായിട്ട് തോന്നിയിട്ടുള്ളത്. ഇതാണ് എളുപ്പമെന്ന്. കാരണം കുക്കറിൽ ഒക്കെ കറിയും ചോറൊക്കെ പെട്ടെന്നാവുമല്ലോ. എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതാ ചോർക്ക് ഉലുവയും തേങ്ങയും ഉള്ളിയും ഉപ്പും അരിയൊക്കെ ഇട്ട് ഒരുമിച്ചിടെ വെക്കുക കേട്ടോ. കുക്കറിലിട്ട് 2 വിസിലടിച്ചാൽ അപ്പോൾ ചോറും റെഡിയാവും. പിന്നെ ഇതാ ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈ അവിടെ റെഡി ആയതുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ ആയ പാത്രങ്ങളൊക്കെ പെട്ടെന്ന് കഴുകി കിട്ടോ. ഒരുമിച്ച് കഴുകാൻ നിന്നാൽ ഇതാകെ നിറഞ്ഞിട്ട് പിന്നെ ആകെ കുറേ സമയം എടുക്കണ്ട. അപ്പോൾ പിന്നെ പെട്ടെന്ന് മോറിക്കും. പിന്നെ ഇതാ മോന് വന്ന് ഉമ്മച്ചി പപ്പടം വെച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ തേങ്ങ ഞങ്ങൾ സാധാരണ വീട്ടിൽ ആട്ടിക്കാറാട്ടോ വെളിച്ചെണ്ണ. പക്ഷെ ഇപ്പം എന്തോ മഴയൊക്കെ കാലാവസ്ഥ ശരിയല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ആട്ടാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് വെളിച്ചെണ്ണക്കൊക്കെ ഭയങ്കര പഞ്ചാണ് കേട്ടോ. വെളിച്ചെണ്ണ ഇങ്ങനെ കോഴി പൊരിച്ച വെളിച്ചെണ്ണയിൽ തന്നെ പപ്പടമൊക്കെ പൊരിക്കണം. വെളിച്ചെണ്ണ ഇപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്നുണ്ട്. ഇപ്പോൾ തേങ്ങക്ക് വെളിച്ചെണ്ണക്കൊക്കെ നല്ല വിലയല്ലേ. അതുകൊണ്ട് പിന്നെ മോന് ഫുഡ് എടുത്ത് വെച്ച്. പിന്നെ ഞങ്ങൾ ഹസ്ബൻഡ് വന്നു, പള്ളിയിലൊക്കെ പോയി വന്ന് ഞങ്ങൾ കുളി നിസ്കാരം കഴിഞ്ഞ് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. ചോറ് കഴിച്ചതിന് വൈകുന്നേരമായിട്ടൊന്ന് റെസ്റ്റൊക്കെ എടുത്ത് ചായ കുടിച്ചു. പിന്നെ രാത്രി മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനും മോനും സിറ്റൗട്ടിൽ വന്ന് ഇങ്ങനെ ഇരിക്കുക. അവന് ചോറ് കൊടുക്കുക കേട്ടോ. അപ്പോൾ മൂത്തച്ഛൻ്റെ വീട് എടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. ഓൻ അങ്ങോട്ട് ഇങ്ങനെ പോകണം, അതിന് വേണ്ടിയിട്ട് അങ്ങ് പറയാം കേട്ടോ. ചോറ് കൊടുത്തു. പിന്നെ ഓനൊറ്റയ്ക്ക് കഴിക്കണം കേട്ടോ ചോറ്. ഒറ്റയ്ക്ക് കഴിക്കൊന്നുമില്ല, ആകെ വലിച്ചു വാരി ഇടും. അങ്ങനെയൊക്കെയാണ് ചെയ്യുക. അവിടെ വെള്ളം ചിന്തിക്കൊണ്ട് നിൽക്കുക കേട്ടോ. കുടിച്ചാൻ കൊടുത്ത വെള്ളം ചിന്തിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പം എന്തെങ്കിലും ചോറ് എടുത്തിട്ട് അങ്ങോട്ട് പറഞ്ഞേക്കണം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, ടാറ്റാ, അസ്സലാമു അലൈക്കും.